ഞാൻ ഇന്നലെ ഉറക്കണർന്ന് നിന്നപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് പല്ല് പോലും തെച്ചിട്ടുണ്ടാകുന്നില്ല. വീട്ടിലോട്ട് കയറി പോയപ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തോ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. പഞ്ചാബിലൊരു ചടങ്ങാണത്. ചടങ്ങിൻ്റെ പേര് ചോദിച്ചാൽ അതെനിക്കറിയില്ല, പക്ഷേ അത് കാണേണ്ട ഒരു ചടങ്ങായിരുന്നു. ഇതാണ് കല്യാണ പെണ്ണ്. അവിടെ പറഞ്ഞയക്കാനായിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് തലേദിവസമാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് ഇവളിവിടെ ഇല്ല. അപ്പോൾ പിന്നെ പോവായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ കാണുന്നത്. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് ചടങ്ങ് കാണുന്നത്. എൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ് കേട്ടോ. വളരെ അത്ഭുതം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയായിരുന്നു. ഇതാണ് ഞാൻ ആ കുഞ്ഞിനെ പിടിച്ച് പോകുന്നത്. എൻ്റെ കൊച്ചാണ്, എന്നോട് ചെയ്യാൻ പറഞ്ഞു. അവളെ യാത്ര അയക്കുന്ന രീതിയാണ്. നല്ല ക്രിസ്തീയ ഗാനങ്ങളെല്ലാം പാടി അവളെ അനുഗ്രഹിച്ച് അവരുടെ അമ്മയും കൂടെയുള്ള ജനങ്ങളും കൂട്ടുകാരും അയൽപ്പക്കാരും എല്ലാവരും അവിടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വിടുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. ഇത് ഇവിടെ വന്നാൽ, നോർത്തിൽ വന്നാൽ പല സ്ഥലങ്ങളും കാണാമെന്ന് പറയുമ്പോൾ ഇത് പഞ്ചാബിലെ ഒരു കൾച്ചറാണ്. ഇന്നലെ അവളുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് വൈകിപ്പോയി. എന്നാലും അനുകൂലമായൊരു കല്യാണമായിരുന്നു. എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഇതുമാത്രമല്ല, ഒരുപാട് ചടങ്ങുകളുണ്ട് ഇവിടെ. ആ ചടങ്ങുകളൊന്നും എനിക്ക് ഈ വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല. കാരണം ഞാൻ ഇവിടുത്തെ മൂത്ത മരുമകനായതുകൊണ്ട് എനിക്ക് നല്ല ബിസിയായിരുന്നു ഞാനിവിടെ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കങ്ങനെ ചടങ്ങുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് പറ്റിയ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയ വീഡിയോ ഇതാണ്. അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ച് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവരുടെ കയ്യിൽ മഞ്ഞളാണ് കേട്ടോ. ആ മഞ്ഞൾ ചുമരുമ വയ്ക്കും. അതിനർത്ഥം അവിടെ ഒരു കല്യാണം നടന്നു കഴിഞ്ഞു എന്നാണ്. ഇത് അവർ ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ച് ചെയ്ത്. ഇതെൻ്റെ ഭാബിയാണ്, എൻ്റെ വൈഫിൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ്. അത് എൻ്റെ മസിയാണ്, ചാച്ചിയാണ്. ഇവിടെ അങ്ങനെ ചാച്ചി, മസി, ബാബി, ബുയി അങ്ങനെയൊക്കെയാണ് പറയുക. അവർ ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു വലിയൊരു ആഘോഷം നടക്കാൻ പോകണം അവിടെ. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ്. അതാണ് എൻ്റെ ഭാര്യ നടന്നു വരുന്നത്. അവളും ഒരുപാട് ബിസിയാണ് അവിടെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒരുപാട് ചടങ്ങുകൾ വേറെ ഉണ്ടായിരുന്നു. കാണിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട്